ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 19-20. തപാമ്യഹമഹം വർഷം നിഗൃണാമുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. 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 രണ്ട് വാക്കായിട്ടാ പിരിക്കണ്ടേ. നിഗൃണ പ്ലസ് ഉത്സൃജാമി. അത് രണ്ടാക്കി പറയുമ്പോ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. നിഗൃണ ഉത്സൃജാമി അത് ഒരുമിച്ചാക്കി പറയുമ്പോഴാ പ്രയാസം തോന്നുന്നത്. നിഗൃണ ഉത്സൃജാമി ച നിഗ്രഹിക്കുകയും ഉത്സർജിക്കുകയും ചെയ്യും. നിഗൃണ ഉത്സൃജാമി ച. അതിന്റെ പ്രാവശ്യം കൂടി. തപാമ്യഹമഹം വർഷം നിഗൃണാമുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. തപാമ്യഹമഹം വർഷം നിഗൃണാമുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. അർജുന. അർജുന ഹേ അർജുന. അഹം ഞാൻ തപാമി തപിക്കുന്നു. അഹം ഞാൻ വർഷം മഴയെ നിഗൃണാമി നിഗ്രഹിക്കുന്നു. ഉത്സൃജാമി ച ഉത്സർജിക്കുകയും ചെയ്യുന്നു. മൃതമല്ലാത്തതും മൃത്യു ഏവച മൃത്യു തന്നെയും സത് ആത്മസത്ത അസത്യ പദാർത്ഥവും അഹം ഞാനാകുന്നു. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭാത് മഹാരാജ് കി. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു. മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും. ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. വിവർത്തനം അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു. മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും. ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭാത് മഹാരാജ് കി. കൃഷ്ണൻ തന്റെ വിവിധ ശക്തികളാൽ വൈദ്യുതിയാലും സൂര്യനാലും ചൂടും വെളിച്ചവും പരത്തുന്നു. വേനൽക്കാലത്ത് മഴ പൊഴിയാതെ തടയുന്നതും മഴക്കാലത്ത് വർഷധാരകൾ അഴിച്ചുവിടുന്നതും ഭഗവാനാണ്.
നമ്മുടെ ജീവിതകാലത്തിന് ദൈർഘ്യം കൂട്ടി ഈ ശരീരത്തെ നിലനിർത്തുന്നതും കൃഷ്ണനാണ്. അന്ത്യദശയിൽ മൃത്യുരൂപത്തിൽ വരുന്നതും അദ്ദേഹം തന്നെ. കൃഷ്ണന്റെ വ്യത്യസ്തങ്ങളായ ഈ ശക്തികളെ വിശകലനം ചെയ്യുന്നതാകയാൽ പദാർത്ഥം, ആത്മാവ് എന്നിങ്ങനെയുള്ള ദ്വന്ദ്ഭാവം കൃഷ്ണനില്ലെന്ന് സ്പഷ്ടമാകും. വാസ്തവത്തിൽ അവ രണ്ടും അദ്ദേഹം തന്നെ. കൃഷ്ണാവബോധത്തിന്റെ ഉച്ചകോടിയിൽ ഏവർക്കും ഈ ഒരു ഭാവം ഇല്ലാതാവുകയും ചെയ്യും. ഭക്തൻ എവിടെയും കൃഷ്ണനെ മാത്രം കാണുന്നു. ആത്മാവും പദാർത്ഥവും കൃഷ്ണനാകയാൽ സർവ പ്രത്യക്ഷ ഭൗതിക പ്രപഞ്ചങ്ങളും അടങ്ങിയ ഭീമാകാരമായ വിശ്വരൂപവും കൃഷ്ണനാണ്. ദ്വിഭുജനായ ശ്യാമസുന്ദരനായ ഓടക്കുഴലൂതിക്കൊണ്ട് വൃന്ദാവനത്തിൽ അദ്ദേഹം നടത്തിയ ലീലകൾ എല്ലാം ഭഗവാന്റേതു തന്നെ. ശ്ലോകം 20. ത്രൈവിദ്യാമാം സോമപാഹ ത്രൈവിദ്യാമാം സോമപാഹ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗഗതിം പ്രാർത്ഥയന്തേ ത്രൈവിദ്യാമാം സോമപാ ഭൂതപാപ യജ്ഞൈരിഷ്ട്യാ സ്വർഗഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ ത്രൈവിദ്യാമാം സോമപാഹ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ ത്രൈവിദ്യാമാം സോമപാഹ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ ത്രൈവിദ്യാമാം സോമപാഹ ഭൂതപാപ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ त्रैविद्यामां सोमपाः ഭൂതപാപ यज्ञैरिष्टस्वर्गतिं പ്രാർത്ഥയന്തേ पुण्यमासाद्य सुरेन्द्रलोकम् अश्नन्ति दिव्यान् दिविदेव भोगान् त्रैविद्यामां सोमपाः ഭൂതപാപ यज्ञैरिष्टा स्वर्गतिं प्रार्थयन्ते ते पुण्यमासाद्य सुरेन्द्रलोकम् अश्नन्ति दिव्यान् दिविदेव भोगान् ത്രൈവിദ്യ ത്രൈവിദ്യ 3 വേദങ്ങളും അറിയുന്നവർ യജ്ഞൈഹി യജ്ഞങ്ങളെ കൊണ്ട് എന്നെ യജിച്ചിട്ട് സോമപാഹ സോമരസം കുടിക്കുന്നവരായി ഭൂതപാപ പാപരഹിതരായിട്ട് സ്വർഗതിയെ പ്രാർത്ഥയന്തേ പ്രാർത്ഥിക്കുന്നു അവർ പുണ്യമായ സുരേന്ദ്രലോകത്തെ ആസാദ്യ പ്രാപിച്ചിട്ട് സ്വർഗത്തിൽ ദിവ്യങ്ങളായ ദേവഭോഗങ്ങളെ അശ്നന്തി അനുഭവിക്കുന്നു. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭാത് മഹാരാജ് കി.
സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. വിവർത്തനം: സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. ഭാവാർത്ഥം: ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭാത് മഹാരാജ് കി. ത്രൈവിദ്യ എന്ന വാക്ക് 3 വേദങ്ങളെ സാമം, യജുസ്, ഋഗ് കുറിക്കുന്നു. ഈ 3 വേദങ്ങളും പഠിച്ച ബ്രാഹ്മണനെ ത്രിവേദി എന്ന് പറയും. ഈ വേദങ്ങളിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തിൽ അത്യന്തം താല്പര്യമുള്ള ഒരാൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നു. നിർഭാഗ്യവശാൽ വേദപഠനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തെന്നറിയാത്ത ധാരാളം മഹാപണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ ത്രിവേദികളുടെ അന്തിമ ലക്ഷ്യം താനാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. യഥാർത്ഥ ത്രിവേദികൾ കൃഷ്ണന്റെ ചരണകമലങ്ങളെ ആശ്രയിച്ച് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ശുദ്ധഭക്തി സേവനത്തിൽ ഏർപ്പെടുന്നു. ഈ ഭക്തിയുത സേവനക്രിയ ഹരേ കൃഷ്ണ മഹാമന്ത്രോച്ചാരണത്തോടും ഒപ്പം തന്നെ കൃഷ്ണന്റെ സത്യമറിയാനുള്ള യജ്ഞത്തോടും കൂടി ആരംഭിക്കുന്നു. ഔദ്യോഗികമായി മാത്രം വേദാധ്യയനം ചെയ്യുന്നവർ നിർഭാഗ്യവശാൽ ഇന്ദ്രനും ചന്ദ്രനും പോലുള്ള വിവിധ ദേവതകൾക്കായി യജ്ഞാഹൂതി ചെയ്യുന്നതിനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇപ്രകാരമുള്ള യജ്ഞാദികളാൽ പ്രകൃതിയുടെ അധമ ഗുണങ്ങളാൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടി പരിശുദ്ധരായ ഈ ദേവാരാധകർ മഹർലോകം, ജനലോകം, തപോലോകം മുതലായ ഉയർന്ന ഗ്രഹവ്യൂഹങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു. അത്തരം ഉന്നത ഗ്രഹവ്യൂഹങ്ങളിൽ എത്തിച്ചേർന്നവർക്ക് ഭൂമിയിൽ ലഭ്യമാകുന്നവയേക്കാൾ അനേകായിരം മടങ്ങ് വൈശിഷ്ട്യമുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീ സരസ്വതീ വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകീ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദൈതം സാവധൂതം പരിജനാ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ഭക്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ
കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ 19-20 ശ്ലോകങ്ങളിൽ വളരെയധികം ശ്ലോകങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ശ്ലോകത്തിലും പ്രധാനമായും ഭഗവാൻ ഭക്തന്മാരോട് പറയാണ്, ഭഗവാൻ തന്നെയാണ് സർവവും, എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാനാണെന്ന് പറഞ്ഞു തരും. ബാക്കിയുള്ള ശ്ലോകങ്ങളിലൊക്കെ തന്നെ തുടർന്ന് ഇതിനു മുമ്പുള്ള ഒരുപാട് ശ്ലോകങ്ങളിൽ ഭഗവാൻ ഇക്കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ഏത് വേദ സാഹിത്യ ഗ്രന്ഥങ്ങൾ എടുക്കുകയാണെങ്കിലും, മറ്റുള്ള ഏത് മതത്തിന്റെ ആണെങ്കിലും, അങ്ങനെ എന്തിന്റെ ആണെങ്കിലും, ഏതൊരു തരത്തിലായാലും വേദ സാഹിത്യ ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ്, കൃഷ്ണനാണ് സർവവും എന്ന് ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ കൃഷ്ണന് പറയാൻ കഴിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം തന്നെയാണ്. സത്യമായതുകൊണ്ട് തന്നെയാണ് അപ്രകാരത്തിൽ പറയുന്നത്. അപ്പോ ഈ ഒരു ശ്ലോകത്തിലെ പ്രധാനമായും ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആചാര്യന്മാര് ഇതിനു മുമ്പേ ഇക്കാര്യത്തെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ പ്രഭാഷണങ്ങൾ നടത്തി കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം അപ്പൊ ഞാൻ ഈ ഭാഗത്തിൽ നിന്ന് പ്രധാനമായും കുറച്ച് കാര്യങ്ങൾ, ശ്ലോകത്തിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. സത്യവ്രത പ്രഭു പറഞ്ഞ പോലെ ഞാൻ ഇന്ന് അത്രയും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഒരു പനിയായ കാരണം പിന്നെ അത്രയ്ക്കൊന്നും സാധിച്ചില്ല. എങ്കിലും കഴിയാവുന്ന പോലെയൊക്കെ സാധിക്കാവുന്ന രീതിയിലൊക്കെ നോക്കി വെച്ചു. അറിയാവുന്ന കാര്യങ്ങൾ പറയാം. പിന്നീട് കൂടുതൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഡിവോട്ടീസും ഭഗവാന്റെ എല്ലാ പ്രിയപ്പെട്ട ഭക്തന്മാരും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അറിയാവുന്ന കാര്യങ്ങൾ ഈ 2 ശ്ലോകങ്ങളിൽ വളരെയധികം ചെറിയ ശ്ലോകങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ പറഞ്ഞ ഒരു ഭാഗം മഹാജനങ്ങളെ കുറിച്ചായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് അത്യാവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് നമുക്ക് അറിവ് നേടാനുള്ളതുണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായി കേട്ടു വരുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന നമ്മുടെ മനസ്സിൽ നമ്മളെ പതിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നത് വ്യർത്ഥമായി തീരും. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പ്രഭുപാദര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി സംസാരിക്കുന്നതായിട്ടുള്ള സംഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ. സംഭാഷണത്തിന്റെ ഭാഗങ്ങൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പനി വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ബുക്കൊന്നും റെഫർ ചെയ്യാണ്ട് മുന്നേ വായിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റും. പക്ഷെ പ്രഭുപാദർ സംസാരിച്ച കാര്യങ്ങളാണെങ്കിൽ അത് ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും തെറ്റാൻ പോയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തൊക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ നോക്കിയപ്പോ അനൂന്യങ്ങളായ ചോദ്യോത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദരുടെ ഒരു ബുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ബുക്ക് പേര് വന്നു. അങ്ങനെ 2 ബുക്കുകളിൽ നിന്ന് പ്രധാനമായിട്ടും പ്രഭുപാദരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഏതാനും ശകലങ്ങൾ, അതിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ മെയിനായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് 1-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. 1-ാമത്തെ ശ്ലോകം: തപാമ്യഹമഹം വർഷം നിഗൃഹണ മുത്സൃജാമിച്ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. 1-ാമത്തെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ, മുൻ അധ്യായങ്ങളിലൂടെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ഈ ഒരു കാര്യം അടിത്തറയിട്ടുകൊണ്ട് എല്ലാ ഭക്തന്മാരിലും ഉറപ്പിക്കേണ്ട ഒരു വസ്തുതയാണെന്ന് ഭഗവാൻ വീണ്ടും ആണയിട്ട് പറയാൻ. ഭഗവാൻ തന്നെയാണ് സർവ്വതിന്റെയും കാരണവും കാര്യവുമായിട്ടുള്ളത്. ഭഗവാൻ തന്നെയാണ്. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഭഗവാനുണ്ട്. ആ വരികളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. തപാമ്യഹം അഹം, തപാമി പ്ലസ് അഹം. അഹം ഞാൻ, തപാമി ഞാൻ തന്നെയാണ് തപിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനെയും എരിക്കുന്നത്, എല്ലാത്തിനെയും ചൂടാക്കുന്നതും അതുപോലെ തന്നെ എല്ലാത്തിനെയും കളയുന്നതും. തപാമി എന്ന വാക്കിന്റെ അർത്ഥം അതാ, എല്ലാത്തിനെയും തപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതാകും, അങ്ങനെയാണ്.
അപ്പോ അഹം തവാമി, ഞാൻ എല്ലാത്തിനെയും തപിക്കുന്നു. അതുപോലെ തന്നെ വർഷം നിഗൃണാമുത്സൃജാമിച്ച, നിഗൃണാമി ഉത്സൃജാമി, അങ്ങനെ രണ്ട് വാക്കുകളാണ്. നിഗൃണാമി നശ്ഞ നിഗ്രഹിക്കുക, അതുപോലെ തന്നെ ഉത്സൃജാമി നശ്ഞ ഉത്സർജിക്കുക. വർഷം എന്തിനെ? മഴയെ. വർഷം മഴയെ നിഗൃണാമി, മഴയെ ഞാൻ നിഗ്രഹിക്കുന്നു. അതായത് വേനൽക്കാല സമയങ്ങളിൽ മഴയെ നിഗ്രഹിക്കുന്നത് ഞാനാണ്. പലതരത്തിലും കാലാവസ്ഥാ പ്രവാചകന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഓരോ തരത്തിൽ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ സമയങ്ങളിലായിട്ട് പറയും, ഇന്ന ദിവസം മഴ പെയ്യും, ഇന്ന ദിവസം മഴ പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്, പെയ്യാൻ സാധ്യതയുണ്ട്. സാധ്യത വരെ അവർക്കറിയുന്നു. പക്ഷെ ഭഗവാനാണ് അതിന്റെ കറക്റ്റായിട്ട് പെയ്യോ പെയ്യണ്ടേ എന്നൊക്കെ കറക്റ്റായിട്ട് ഭഗവാനാണ് തീരുമാനങ്ങൾ എടുക്കണേ. ചിലപ്പോ വേനൽക്കാല സമയമായിട്ട് പെട്ടെന്ന് നമ്മൾ വളരെയധികം മഴയായിട്ട് അല്ല ഭയങ്കര വെയിലായിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യണാണ്, കുറുക്കന്റെ കലിയാണെന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ മഴ വരണാണ്. അതൊക്കെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച, എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച എല്ലാ കാര്യങ്ങളും നോക്കണേ. എപ്പോ മഴ പെയ്യണമെന്നോ അതുപോലെ തന്നെ മഴ നിൽക്കണമെന്നോ ഏതോ ഒരു അവസ്ഥയിലായിരിക്കണം എന്നുള്ളതെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച്. അത് ഓരോ ശ്ലോകങ്ങളിലൂടെ, ഇതൊന്നും തന്നെ ഒരാളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. എല്ലാം തന്നെ ഭഗവത്ഗീതയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് കൃഷ്ണൻ തന്നെ വ്യക്തമായിട്ട് അർജുനൻ പറഞ്ഞു കൊടുത്തത് വ്യാസദേവന്റെ കൈപ്പടയിൽ വ്യാസദേവനായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, വ്യാസദേവൻ ഗണപതിയെ കൊണ്ട് എഴുതി വെച്ചത് ആ മഹാഭാരതം. അതിന്റെ ഏതാനും ഒരു 7 ഭഗവത്ഗീത. ഭഗവത്ഗീതയിലൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വർഷം നിഗൃണാമി ഉത്സരാമിച്ച, മഴയെ നിഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഉത്സർജിക്കുകയും ചെയ്യുന്നു. നിഗ്രഹിക്കുകയും ഉത്സർജിക്കുകയും പെയ്യിക്കുകയും ചെയ്യുന്നു. അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. ഹേ അർജുന, അമൃതം, അമൃതം എന്ന വാക്കിന്റെ അർത്ഥം, അമൃത എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ എന്ന് വെച്ചാൽ മൃതം നശ്ഞ മരിക്കുക, അമൃതം നശ്ഞ മരിക്കാതിരിക്കുക. ആരോഗ്യവും അനാരോഗ്യവും. ആരോഗ്യം എന്ന് വെച്ചാൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ശരീരം എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ആള്. അനാരോഗ്യം എന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റാണ്, അതായത് ആരോഗ്യമില്ലാത്ത ആള്. അപ്പൊ ആ എന്ന ടൈം അതിന്റെ മുമ്പിൽ വരുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ടൈമിന്റെ അർത്ഥം, ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മൃതമായിട്ടുള്ള ഒന്നിന്റെ ഓപ്പോസിറ്റ് അമൃതം എന്ന് വെച്ചാൽ മരിക്കാറുണ്ട്. നീ എപ്പോ ഇരിക്കണമെന്നും അതുപോലെ തന്നെ മൃത്യുശ്ച, അമൃതം മൃത്യു ച ഏവ, അമൃതവും അതുപോലെ തന്നെ മൃത്യുവും, മരണമില്ലാത്ത അവസ്ഥയും മരണമുള്ള അവസ്ഥയും ച ഏവ, ഇതൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത് തീരുമാനിക്കുന്നത് സദസച്ചാഹം, അഹം ഞാൻ തന്നെയാണ്. ഹേ അർജുന, അല്ലയോ അർജുന പറയാണ്. അപ്പോ 1ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തന്നത് ഇത്രയും ഒരു കാര്യം. ഹേ അർജുന, നീ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമുള്ളൂ. ഒന്നാമത് എന്താ വെച്ചാൽ ഈ ലോകത്തില് എങ്ങനെയൊക്കെ എന്തൊക്കെ തപിക്കുന്നുണ്ടോ ആ തപിക്കുന്നതൊക്കെ ഞാൻ കാരണമാണ്. അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ്. അതുപോലെ തന്നെ മഴയെ നിർത്തിക്കുന്നുണ്ടോ, മഴ പെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് മഴ പെയ്യോ പെയ്യില്ലേ എന്നുള്ളത് എന്റെ തീരുമാനം. അപ്പൊ എല്ലാ കാര്യങ്ങളും അതെ, തലേ ദിവസം വരെ പെയ്തുകൊണ്ടിരുന്നിരുന്ന മഴ തിരുവമ്പാടി കണ്ണന്തി അതുപോലെ തന്നെ പാർമിക്കാവിൽ അമ്മയുടെയും അനുഗ്രഹത്തോടുകൂടി എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ആ തൃശ്ശൂർ പൂരം നല്ല രീതിയിൽ നടക്കണമെന്നുള്ള തീരുമാനം ഉണ്ടെങ്കിൽ അതും ഭഗവാന്റെ. അത്രയും കോടിക്കണക്കിന് ആളുകൾ വന്ന് കാണുന്ന പൂരത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് അതിന് തൊട്ട് മുമ്പ് വരെ ആളുകളെ പരീക്ഷിച്ചുകൊണ്ട് ഇരുന്ന് അവസാനം ആ ഒരു സമയം വരെ ചിലപ്പോ ഭഗവാന്റെ ഇച്ഛ ഉണ്ടായിരിക്കും. ചിലപ്പോ അവിടെ നിന്നിരുന്ന ആളുകൾ കൂടിയിരുന്ന ആളുകളൊക്കെ എന്ത് കൃഷ്ണ ഈ ഒന്നും മഴയൊന്നും നിർത്തിക്കൂടെ എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോഴും അവരെ ആലോചിക്കാനായിട്ട് ഇടയാക്കുക, കൃഷ്ണനെ ആലോചിക്കാനായിട്ട് ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ തൃശ്ശൂർ പൂരത്തിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ വരെ മഴ പെയ്ച്ചുകൊണ്ടേയിരുന്നു. തുടർച്ചയായിട്ട് പെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴ നിന്നു. മുഴുവനായിട്ട് മഴ നിർത്തിയതിനു ശേഷം അതൊക്കെ ഭഗവാൻ ഇച്ഛ, മുഴുവനായിട്ടും ഭഗവാൻ ഇച്ഛ. അത് ഓരോ സാഹചര്യങ്ങളിലൂടെയും ഓരോ അവസ്ഥകളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, മഴ പെയ്യുന്നതും അതുപോലെ തന്നെ പെയ്യാതിരിക്കുന്നതും ഞാൻ കാരണമാണ്. അമൃതം, അതായത് മൃതമല്ലാത്തതും മൃത്യുച്ച ഏവ, അമൃതത്തിന്റെയും മരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയും മരിക്കാത്തതായിട്ടുള്ള അവസ്ഥയും അത് രണ്ടും ഞാൻ തന്നെ കാരണമായിട്ടുള്ളതാണ് ഹേ അർജുന എന്ന് 1ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളൊക്കെ തന്നെ, നമ്മൾ മനുഷ്യരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് വസ്തുതകളാണ് ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയണം. ഇത് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഉപദേശിച്ച് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മള് കുറെയൊക്കെ ഡിവോട്ടീസ്, നമ്മൾ വൈഷ്ണവരെ കുറെയൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് പോകും. അപ്പൊ ഒരു ഭഗവാന്റെ ഒരു ശിഷ്യൻ, പ്രഭാതന്റെ ഒരു ശിഷ്യൻ പ്രഭാതനോട് ഇങ്ങനെ ചോദ്യം ചോദിക്കണ്ടായി. പ്രഭാതനോട് ചോദിക്കുകയാണ്, ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു ശ്ലോകത്തിനോട് സംബന്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്,
ഭഗവാൻ തന്നെയാണ് എല്ലാം. ഭഗവാൻ സർവസ്വമാണെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അതുപോലെ തന്നെയാണെങ്കിൽ ക്രിസ്തുദേവനും സർവസ്വമാണെന്ന് അവര് പറയുന്നില്ലേ? യേശുദേവൻ പറയുന്നത് യേശുദേവനാണ്, ഞാനാണ്, എന്നിൽ നിങ്ങൾ ട്രസ്റ്റ് മീ, എന്നിൽ വിശ്വസിക്കൂ, എന്നിൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ ആ ശിഷ്യന് പ്രഭുപാദർ മറുപടി നൽകിയത് ഇപ്രകാരത്തിലാണ്. പ്രഭുപാദർ ആ ശിഷ്യനോട് പറഞ്ഞു, യേശുദേവൻ പറഞ്ഞത് ശരിയാണ്, യേശുദേവൻ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്, അദ്ദേഹമാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അദ്ദേഹമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിഷ്യരായ നിങ്ങള് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, അദ്ദേഹം വേറൊരു പ്രസ്താവന കൂടി പറഞ്ഞിട്ടുണ്ട്, കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പോ മാംസം ഭക്ഷിക്കുന്നില്ലേ? പല പെരുന്നാളുകൾക്കും അല്ലെങ്കിൽ പല ആഘോഷവേളകൾക്കും മുഴുവൻ അവർക്ക് മാംസ്യ ഭക്ഷണങ്ങളായിരിക്കും കൂടുതൽ അനുചിതമായിട്ടുള്ളത്. അപ്പൊ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അത്തരത്തിലുള്ള മാംസാഹാരം ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം അവരിൽ വളരുന്നു? അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുദേവൻ പറയുന്ന കാര്യങ്ങളെ അവർ തന്നെ അവരുടെ ശിഷ്യന്മാർ തന്നെ അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഭഗവാന്റെ ഡിവോട്ടീസ് യാതൊരു തരത്തിൽ അങ്ങനെയല്ല. ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ അതിൽ പരിപൂർണമായ വിശ്വാസം വെച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ആളുകളാണ് ഭഗവാന്റെ ഡിവോട്ടീസ്. പക്ഷെ അപ്രകാരത്തിലല്ല യേശുദേവന്റെ പക്ഷത്തു നിന്നുള്ള ആളുകൾ എന്നാണ്. ആ ഒരു എക്സാമ്പിള് കറക്റ്റായിട്ട് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു സംശയത്തിന് ഉത്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്ന ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ. അപ്പൊ ഇങ്ങനെ ഭഗവാനാണ് എല്ലാം എന്ന കാര്യത്തെ കുറിച്ച് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും തന്നെ ഈ ഭഗവാനാണെന്ന് അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് അംഗീകരിക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ല. ഇപ്പോ ഒരുപാട് പേര് ഡിവോട്ടീസ് ആയിട്ടുള്ള കുറെ ആളുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും. എന്നാലും മനസ്സിലാക്കിയാൽ തന്നെ അതിന് പരിപൂർണതയില്ലേ, പക്വതയോട് കൂടിയല്ല മനസ്സിലാക്കണം. ശരിക്കും മനുഷ്യര് 4 വിഭാഗത്തിലാണ്: കർമ്മികള്, ഭക്തന്മാര്, ജ്ഞാനികള്, യോഗികൾ. അങ്ങനെ പറഞ്ഞിട്ട് 4 തരത്തിലുള്ള മനുഷ്യന്മാരല്ല. ഇതിലെ ഈ കർമ്മികളാണെങ്കിൽ മുഴുവനായിട്ടും ഭൗതികവാദികളാവും. മുഴുവനായിട്ടും ഭൗതികവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള വേൾഡിന് കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ വേൾഡിൽ ഇങ്ങനെ കിടന്നുകൊള്ളുന്ന ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ ജ്ഞാനികളുണ്ട്, യോഗികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഭക്തന്മാരുണ്ട്. ഇങ്ങനെ 3 വിഭാഗം ആളുകളുണ്ട്. ഇതിൽ തന്നെ ഓരോ വിഭാഗം ആളുകൾ ഒന്നാം തരം ഭക്തൻ, 2ാം തരം ഭക്തൻ, 3ാം തരം ഭക്തൻ എന്നുണ്ട്. ഈ 3 വിഭാഗം ആളുകളെയും, അതായത് ആദ്യം നമ്മൾ തരംതിരിച്ചത് 4ആയിട്ട് തരംതിരിച്ച് എന്തൊക്കെയാ? കർമ്മികള്, ജ്ഞാനികള്, യോഗികള്, ഭക്തന്മാര്. ഈ കർമ്മികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കർമ്മികള് ഭൗതികവാദികളാണ്. ഭൗതികവാദികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 3 വിഭാഗം ആളുകളാണ്: ജ്ഞാനികള്, യോഗികള്, അതുപോലെ തന്നെ ഭക്തന്മാര് എന്നിങ്ങനെ 3 വിഭാഗം ആളുകളുണ്ട്. ഈ 3 വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്ത് വിളിക്കുക അതീന്ദ്രിയവാദികൾ എന്നാണ്. അതീന്ദ്രിയവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ. അതീന്ദ്രിയവാദികൾ തന്നെ പിന്നെ 3 ഡിവിഷൻസ് വരുന്നുണ്ട്. ഒന്നാം തരം അതീന്ദ്രിയവാദികൾ, 2ാം തരം അതീന്ദ്രിയവാദികൾ, 3ാം തരം അതീന്ദ്രിയവാദികൾ എന്ന് പറഞ്ഞത്. 3ാം തരം അതീന്ദ്രിയവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, മുഴുവനായിട്ടും ഭഗവാൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് 3ാം തരം അതീന്ദ്രിയവാദികൾ. കറക്റ്റായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാം മനസ്സിലാക്കിയിട്ടില്ല. 3ാമത്തെ ലെവലിലേക്ക് എത്തുമ്പോഴേ അതീന്ദ്രിയവാദികൾ പൂർണ്ണമായിട്ട് പക്വമായ രീതിയിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ 3ാം തരം കഴിഞ്ഞാൽ 2ാം തരം അതീന്ദ്രിയവാദികളുണ്ട്. 2ാം തരം അതീന്ദ്രിയവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് ഭാഗികമായിട്ട് പാർഷ്യലി ഒരു പകുതി മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ. പകുതി മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെയാണ് ഭഗവാനെ കുറിച്ച് പകുതി മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ 2ാം തരം അതീന്ദ്രിയവാദികളെന്നും വളരെ കുറച്ച് ശക്തമായ രീതിയിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ അത് 1ാം തരം അതീന്ദ്രിയവാദികൾ. എന്നിങ്ങനെ 3 തരത്തിലുള്ള മാനവര്, 3 തരത്തിലുള്ള മനുഷ്യരാണ്. മനുഷ്യരുടെ ഒന്നാമത് ഈ കലിയുഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് കലിയുഗത്തിന്റെ ഒരു രീതികൾ കൊണ്ടാണ് മനസ്സിലാക്കാതെ അങ്ങനെ പോകാൻ ഓരോ തരത്തിലായിട്ട് വഴുതെന്നി പോകേണ്ട കാരണം നോക്കിയാണ്. അതിനൊരു ഉദാഹരണം പ്രഭുപാദർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറെ ചാക്കിൽ കുറെ ധാന്യം കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു റോഡിന്റെ അരികില് കുറെ വിതറിയിട്ട് വിചാരിക്കും. അപ്പൊ കുറെ പ്രാവുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ഒത്തുതിന്നതിന് ശേഷം അവർ മുഴുവൻ ചാക്കിലേക്ക് ആക്കി അവർ എടുത്തു വെക്കും. എന്റെ ധാന്യാണെന്ന് മുഴുവൻ പറഞ്ഞിട്ട് എടുത്തു വെക്കില്ല. പക്ഷെ 2-3 ചാക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഓരോ ചാക്ക് എത്രത്തോളം താങ്ങാൻ പറ്റുമോ അത്രത്തോളം താങ്ങി വീട്ടിൽ പോകും. മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്യുക. നമ്മള് സ്വാർത്ഥരായിരിക്കും, കുറെയൊക്കെ എല്ലാവരും സ്വാർത്ഥരായിരിക്കും. എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക്.
അതിന് പകരം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു ടെൻഡൻസി, അങ്ങനത്തെ ഒരു ഇത് വരുമ്പോ മാത്രമേ മനുഷ്യൻ ശരിക്കും വൈഷ്ണവന്റെ ധർമ്മം കറക്റ്റ് ആവുള്ളൂ. വൈഷ്ണവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ സങ്കീർത്തനത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ തങ്ങൾക്കുള്ള കാര്യങ്ങള് മറ്റുള്ളവർക്കായിട്ട് ദാനം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനത്തെ ഒരു മാനസിക ഒരു പ്രവണത കൂടി വരും. പക്ഷെ ഇതിന് പകരം എന്താ ചെയ്യാന്ന് വെച്ചാൽ പരമാവധി എല്ലാ കാര്യങ്ങളും നമ്മൾ മുഴുവൻ നമ്മുടേതെന്ന് പറഞ്ഞിട്ട് മുഴുവൻ നമ്മളെ പക്കത്തിലേക്ക് ആക്കിയതിനു ശേഷം നമ്മുടെ വീട്, നമ്മുടെ കുടുംബം ഇത്ര മാത്രമേ ഉള്ളൂ. മുഴുവൻ നമ്മുടെ അത്ര ഉള്ളൂ. അല്ലാതെ മൊത്തമായിട്ട് ഭക്തന്മാരാക്കാൻ വേണ്ടിയിട്ടോ ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യാന്ന് വെച്ചാൽ പുതിയ ഡിവോട്ടീസിനെ കൊണ്ട് പുതുതായിട്ട് ഇങ്ങനെ പരമാവധി ഡിവോട്ടീസിനെ കൊണ്ട് ഇങ്ങനെ സെന്റർ മുഴുവൻ വികസിച്ചു. അത് നമ്മൾ പതുക്കെ ഇമാജിൻ കറക്റ്റായിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുക. പതുക്കെ സെന്റർ വികസിച്ചു. അതിനുശേഷം നമ്മൾ സെന്ററിന്റെ കീഴിൽ വലിയൊരു നമ്മൾ എല്ലാവരും ഇവിടെ വൈഷ്ണവ ഡിവോട്ടീസ് കൂടുതൽ വൈഷ്ണവ ഡിവോട്ടീസ് വരുന്നു. വൈഷ്ണവ ഡിവോട്ടീസിന്റെ കീഴിൽ നമ്മൾ വലിയൊരു ആശ്രമം പണിയുന്നു, വലിയൊരു ക്ഷേത്രം പണിയുന്നു. അതിനുശേഷം എല്ലാ കൊല്ലങ്ങളിലും ഇക്കൊല്ലം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഈ എല്ലാ കൊല്ലങ്ങളിലും ജഗന്നാഥ യാത്ര നടത്തും. അപ്പോ അങ്ങനെ ഓരോരോ നമ്മൾ അതിനെ കുറിച്ച് ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഭഗവാനിലേക്കുള്ള അറ്റാച്ച്മെന്റ് വരും. നമ്മൾ നടക്കുന്ന സമയത്തായാലും ഇരിക്കുന്ന സമയത്തായാലും കൂടുതലായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. പക്ഷെ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുമ്പോൾ അതിലൊക്കെ എല്ലാം ചിന്തിക്കുക, അയ്യോ അവൾ മോനെ അല്ലെങ്കിൽ മോൾക്ക് ഇന്ന സാധനം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടില്ല, ഇന്ന അവൾ കരയും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭർത്താവിന്റെ കാര്യങ്ങൾ ഇന്നത് നമ്മൾ ചെയ്തിട്ടില്ല, ഇന്നതാണെങ്കിൽ പ്രയാസവും. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് നേരത്തെ പോയിട്ട് പിക്നിക്കിന് പോകണം, തൃശ്ശൂർ എക്സിബിഷനൊക്കെ കണ്ടു അടിച്ചു പൊളിക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് വിട്ടുകൊണ്ട് കുറച്ചൊക്കെ മാറിക്കൊണ്ട് മുഴുവനായിട്ടല്ല, പക്ഷെ അതാവും സ്വാഭാവികമായിട്ടായിത്തീരും. പതുക്കെ നമ്മൾ അതിലേക്ക് വരുന്നതിനനുസരിച്ച് ആ ഒരു അറ്റാച്ച്മെന്റിനനുസരിച്ച് തീർച്ചയായിട്ടും മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. പക്ഷെ ആ മനസ്സിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ആ വൈഷ്ണവ ധർമ്മം നമ്മുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക. എത്രയൊക്കെ മനസ്സിലേക്ക് ചെറിയ തോതിലാ വന്നിട്ടുള്ളൂ വിചാരിക്കുക. അതായത് ഒരു മാല ജപിച്ചു തുടങ്ങി നമ്മൾ ജസ്റ്റ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ട് കളയാതിരിക്കാൻ നോക്ക്. ഇവിടെ വന്ന് ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടു പോകാതിരിക്കാൻ നോക്ക്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് നടത്തിക്കൊണ്ട് പോവുക. അതിന്റെ ഒപ്പം പുതുതായി ആഡ് ചെയ്യാൻ. അപ്പൊ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ വികസനം എന്ന് പറയുന്നത് അതായത് ആ വികസനമാണ് ശരിയായ വികസനം. യഥാർത്ഥ ധർമ്മവും വികസനവും അത് തന്നെ. അല്ലാതെ മറ്റുള്ള തരത്തിലുള്ള കുറച്ച് ഇത് വേറൊരു മോഡലിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം. ശരിക്കും മനുഷ്യന്റെ ഒരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോ കുറച്ച് കാശ് ഞാൻ സമ്പാദിച്ചു, ഒരു 10 രൂപ കിട്ടി, ആ 10 രൂപ മാറ്റി വെച്ചു, ഇതെടുക്കില്ലേ? പകരം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരാളെ 2 രൂപ മുക്കിയതിന് ശേഷം അതിന്റെ ഒപ്പം 2 രൂപ ചേർത്ത് വെച്ചു. അപ്പൊ 10 + 2 12. അടുത്തൊരാളെ മുക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി കൂടുതൽ മുക്കും, 4 ഇരട്ടി മുക്കി 8 രൂപ കിട്ടി. അപ്പൊ അതിന്റെ ഒപ്പം വെച്ച് 20. അപ്പൊ അതെടുക്കില്ല, പകരം അത് കൂട്ടി ഇത് മാക്സിമം. അങ്ങനെ നമുക്ക് വികസിക്കാം. അപ്പൊ ഈ 2 രീതിയിലുള്ള വികസനം പറ്റും. ഇതിൽ ഏത് വികസനം വേണം നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥ വികസനം, ശരിയായ വികസനം ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് കുറച്ചേശ്ശെ നമുക്ക് വൈഷ്ണവ ധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള ആ വികസനമാണോ വേണ്ടത്? അതോ ഇത്തരത്തിലുള്ള ചെറിയ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികമായ ലോകത്ത് നിന്നുള്ള ചെറിയ വികസനമാണോ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് വ്യക്തമായ ധാരണയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രം ഒരു വ്യക്തിയുടെ കൃഷ്ണാവബോധ ധർമ്മം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മള് എന്തൊക്കെ തന്നെ ഒരു മനുഷ്യരാണല്ലോ, കുറ്റങ്ങളൊക്കെ ചെയ്തു പോകും, ധാരാളം കുറ്റങ്ങൾ ചെയ്യും. പക്ഷെ അത് സ്വാഭാവികമായിട്ടാ. പക്ഷെ ഭഗവാൻ എല്ലാം പൊറുക്കാനുള്ള കഴിവുണ്ട്. എല്ലാം പൊറുക്കുന്ന ആള് ഭഗവാൻ മാത്രമുള്ളൂ. നിങ്ങളുടെ വേറെ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ, എന്റെ ചേച്ചിയമ്മ അല്ലെങ്കിൽ എന്റെ ചെറിയമ്മ, വലിയമ്മ, അങ്ങനെ കുറെ ആളുകളുണ്ട്, വലിയ ആളുകളുണ്ട്. അങ്ങനെ വെറുതെ കേട്ടോ. അപ്പൊ അവര് 2 ദിവസം അവരുടെ വീട്ടിൽ പോയില്ല. അപ്പൊ അവർക്ക് വിഷമായി. അപ്പൊ അവരുടെ വീട്ടിലേക്ക് പോകാത്തതുകൊണ്ട് അവര് വിഷമായി. അപ്പൊ അത് വലിയ കുറ്റം ചെയ്ത പോലെ. പിന്നെ അങ്ങോട്ട് പോണില്ല, ഇങ്ങോട്ട് വരുന്നില്ല, പിന്നെ തല്ലായി വടക്കായി കഴിഞ്ഞതായി പ്രശ്നങ്ങളായി, എല്ലാം മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ ചെറിയ കുറ്റങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും അവർക്ക് കുറക്കാൻ പറ്റില്ല. മെറ്റീരിയലിസ്റ്റ് വേൾഡ് ആയിട്ട് ഈ ഭൗതിക ലോകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ദിവസം സത്സംഗത്തിന് വന്നില്ലാന്ന് വെച്ചിട്ട് ഭഗവാൻ നമ്മളോട് തെറ്റൊന്നും ചെയ്തു വിചാരിച്ചിട്ട് നിനക്ക് എന്താ ശിക്ഷ? നീ ഒരു ദിവസം സത്സംഗത്തിന് പോയില്ലേ, എന്നാ നിനക്ക് 4 ചാട്ടവാടി എന്ന് പറഞ്ഞിട്ട് ശിക്ഷ കൊടുക്കും? ഇല്ല. ഭഗവാൻ എപ്പോഴെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മേഴ്സിഫുൾ. ഭഗവാൻ അത്രയും ദയാവാത്സല്യമുള്ള ആളാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ എത്രയോ ആളുകൾ ഭഗവാനെ ഇതായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. ഹിരണ്യകശിപുവിനായാലും എത്രയൊക്കെ തന്നെ ആയാലും അവസാനം ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മരിക്കാൻ കഴിഞ്ഞില്ലേ? അതിൽ പരം വലിയ സായുജ്യമില്ലല്ലോ.
അതിനേക്കാളും വലിയൊരു ഇതില്ലേ, സന്തോഷമില്ലേ? അപ്പൊ അങ്ങനെ എന്തൊക്കെ ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തതിനു ശേഷം ഒരു കോടതി പോയിട്ട് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് നിയമം അറിയില്ലായിരുന്നു, നിയമം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തേ എന്ന് പറയുന്നത്. അങ്ങനെയാവുമ്പോ അതിൽ അർത്ഥമില്ല. നിയമമൊന്നും അറിയാത്ത കാരണമാണ് ഞാൻ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ശിക്ഷിക്കാതിരിക്കും, ശിക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോ അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ വൈഷ്ണവരാ, അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ട്രാക്ക് ഏതാ നോക്കുക, ആ ട്രാക്കിലൂടെ പോവുക. ആ ട്രാക്ക് വിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ട്രെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോണ എത്രത്തോളം നഷ്ടപ്പെട്ടു പോയി എന്ന് പിന്നെ നമുക്ക് ആലോചിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പൊ അതുപോലെ തന്നെ ഇത്രയും കുറെ കാര്യങ്ങൾ ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും മേഴ്സിഫുൾ തന്നെയാണ്, ഭഗവാൻ ദയാവായ്പുള്ള, ഭഗവാൻ എപ്പോഴും തന്നെ വളരെയധികം നമ്മളോടൊക്കെ ദയാവായ്പുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പ്രഭുപാദർ പെട്ടെന്ന് ഒരു ദിവസം ശിഷ്യന്മാരോടൊക്കെ പറയാൻ, അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഭയങ്കര ദയാവായ്പൊക്കെയുള്ള ആളാണ്. പ്രഭുപാദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം പ്രഭുപാദർ ഇങ്ങനെ വന്നിരുന്നിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ഭഗവാനാണ് ഏറ്റവും വലിയ ധിക്കാരി, ഏറ്റവും വലിയ ധിക്കാരി ഭഗവാനാണ്. അപ്പൊ ഈ ശിഷ്യന്മാരെ എന്താ അങ്ങനെ എല്ലാവരും ഞെട്ടിപ്പോയി. കറക്റ്റായിട്ട് ഞെട്ടിയിട്ട് എല്ലാവരും നോക്കിയതിനു ശേഷമായി പ്രഭുപാദർ എന്താ പറയുക, ഇത്ര നാൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി പറയാ. അപ്പൊ ഇല്ല, മാറ്റി പറഞ്ഞിട്ടൊന്നുമില്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി വേറൊരു തരത്തിൽ ചിന്തിച്ചു നോക്കി. ഭഗവാനാണ് എല്ലാത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിന്റെ ഉറവിടാണെങ്കിൽ ധിക്കാരം എവിടെ നിന്ന് വരും? ഭഗവാനിൽ ധിക്കാരം അല്ലെങ്കിൽ പിന്നെ ധിക്കാരം വരും. ഭഗവാനിൽ അഹങ്കാരം അല്ലെങ്കിൽ പിന്നെ അഹങ്കാരം വരും. ഓ എന്തൊക്കെയുണ്ടോ അതൊക്കെ സൃഷ്ടിക്കണം ഭഗവാന്. ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ എല്ലാത്തിന്റെ ഉറവിടാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പുറപ്പെടുന്നത് ഭഗവാനിൽ നിന്നാണ്. സ്രോതസ് എന്ന് പറയുന്നത് ഭഗവാൻ. ആ ബുക്കിന്റെ പേര് പോലെ കിട്ടിയ സ്രോതസ്, സ്രോതസ് എന്നാണ് ബുക്കിന്റെ പേര്. അപ്പോ ഭഗവാനാണ് എല്ലാത്തിന്റെയും സ്രോതസ്, ഉറവിടം. ഭഗവാനിൽ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പുറപ്പെട്ടു വരുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഭഗവാൻ. അപ്പോ അതുപോലെ തന്നെ കൃഷ്ണൻ ധിക്കാരിയാണെന്ന് അങ്ങനെ ഒരിക്കൽ പ്രഭുപാദർ പറയണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം വന്നപ്പോ അതിനെക്കുറിച്ച് ഓർമ്മ വന്നപ്പോ പറയും. പിന്നെ നമ്മുടെ ഈ ശ്ലോകത്തില് തപാമിഹമഹം വർഷം നിഗൃണാമുത്സരിച്ചാമിച്ച അമൃതം ചെയ്വ മൃത്യുശ്ച സദസച്ചാഹം അർജുന എന്ന് പറഞ്ഞു. അതായത് ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, അഹം ഞാൻ തപാമി തപിക്കുന്നു, അതുപോലെ തന്നെ വർഷം മഴയെ നിഗൃണാമി നിഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ഉത്സൃജാമി പെയ്യിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറഞ്ഞേ, അമൃതം ചെയ്വ മൃത്യുശ്ച, അമൃതം മൃത്യുവും ച ഏവ, അമൃതവും മൃത്യുവും, മൃതമല്ലാത്ത അവസ്ഥയും മൃതമായ അവസ്ഥയും രണ്ടും ഞാൻ തന്നെയാണ്, എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്, ഇങ്ങനെ ഇഷ്ടംപോലെ ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലുണ്ട്. മത്ത പലതരം ജ്ഞാന കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം ക്രോധം സൂത്രേ മണികണ ഇവ. മത്ത പലതരം ജ്ഞാന, മത്ത പലതരം, പലതരത്തിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മത്തഹ എന്നിൽ നിന്ന് തന്നെയാണ്. മത്ത പലതരം ജ്ഞാനാത് കിഞ്ചിത് അസ്ഥി ധനഞ്ജയ, ഞാൻ അന്യത് കിഞ്ചിത് അസ്ഥി ധനഞ്ജയ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് പുറപ്പെടുന്നു. മയി സർവമിതം ക്രോധം, സർവമിതം ഈ കാണുന്നതൊക്കെ തന്നെ മയി എന്നിൽ, ക്രോധം എന്ന് കോർക്കപ്പെട്ടിരിക്കുന്നു, മുഴുവനായി കോർക്കപ്പെട്ടിരിക്കുന്നു. സൂത്രേ മണികണ ഇവ, സൂത്രേ എന്ന് നൂലിൽ, ചരടിൽ മണികണ മുത്തുകൾ എന്ന പോലെ, ചരടിൽ മുത്തുകൾ എന്ന പോലെ എല്ലാം തന്നെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ശ്ലോകങ്ങളിലായിട്ട് ഇഷ്ടംപോലെ ശ്ലോകങ്ങളില് ഭഗവാൻ തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വെപ്പൺ, അങ്ങനെ പറയാം. എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ആയുധം, എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ആയുധവും, അതുപോലെ തന്നെ എല്ലാത്തിനെയും സംഹരിക്കണമെങ്കിൽ സംഹരിക്കാനായാലും എല്ലാത്തിനെയും നിലനിർത്തി കൊണ്ടുപോകാനായാലും എല്ലാത്തിനും കാരണവും കാര്യവുമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. സർവസ്വവും ഭഗവാൻ തന്നെ. ഇനി അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ത്രൈവിദ്യാമാം സോമപാഹ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിയും പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ പോകാൻ. എന്താ പറയുക, വൈഷ്ണവ ധർമ്മത്തോടെ അല്ലാതെ ചിലരെങ്കിലും മറ്റു പലതരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ടായിരിക്കാം, യജ്ഞങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ത്രൈവിദ്യ, 3 വിദ്യകളെ, ഈ 3-4 വിദ്യകളോ
മൂന്ന് വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത് 3 വേദങ്ങളെയാണ്. 3 വേദങ്ങൾ: സാമവേദം, ഋഗ്വേദം, അതുപോലെ തന്നെ യജുർവേദം. ഈ 3 ഉദ്ദേശിച്ചത്. സാമവേദമാണെങ്കിൽ സംഗീത പ്രധാനമായിട്ടുള്ള ഒരു വേദം. ഋഗ്വേദമാണെങ്കിൽ മന്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു വേദമാണ് ഋഗ്വേദം. ഇനി അതുപോലെ യജുർവേദം എന്ന് പറയുകയാണെങ്കിൽ യജുർവേദം ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഒരു ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വേദമാണ് യജുർവേദം. ഇങ്ങനെ 3 തരത്തിലുള്ള വേദങ്ങളുണ്ട്. ഈ 3 വേദങ്ങൾ പഠിച്ചവരുണ്ടാവും. അല്ല, ഈ 3 വേദങ്ങൾക്കും ഈ പറയുന്ന എല്ലാത്തിനും ഉപരിയാണ് ഭഗവത്ഗീത. എല്ലാത്തിനും ഉപരിയായിട്ടുള്ള വസ്തുവാണ് ഭഗവത്ഗീത. വസ്തു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഭഗവത്ഗീത അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്, സുപ്രീം ആയിട്ടുള്ളത് ഭഗവത്ഗീതയാണ്. എല്ലാത്തിനും മുകളിലുള്ളത് ഭഗവത്ഗീതയാണ്. അത് മനസ്സിലാക്കുന്നില്ലെങ്കിലും ഒരു വിഭാഗം ആളുകൾ 3 വിദ്യകൾ അഭ്യസിച്ചതിന് ശേഷം, അതായത് 3 വേദങ്ങളെ സ്വായത്തമാക്കിയിട്ടുണ്ടാവും. ഭൂതപാപാഹ, ഇങ്ങനെ പറയാം. സ്വർഗതി എന്ന് വെച്ചാൽ ശരിക്കും ഈ വരികളുടെയൊക്കെ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങളുടെ ഒന്നും അർത്ഥം മലയാളത്തിലെ വാക്കുകളുടെ അർത്ഥം പോലെ വലിയ കുറെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. എല്ലാവരും ഒറ്റ വരിയിലായിട്ടല്ല കിടക്കുക. എല്ലാം ഒരുപോലെയല്ല. ത്രൈവിദ്യമാം സോമപാഹ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിയും പ്രാർത്ഥയന്തേ എന്ന് പറഞ്ഞാൽ സ്വർഗതിം എന്ന വാക്കിൽ നിന്ന് അതിന്റെ അർത്ഥം തുടങ്ങണേ. സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള താല്പര്യം, സ്വർഗസുഖങ്ങൾ കാക്ഷിച്ച് എന്ന അർത്ഥം തുടങ്ങണേ. അപ്പൊ അതുകൊണ്ട് പലതരത്തിലെ വേർഡ്സിന്റെ അർത്ഥമൊക്കെ വരണേ. ശരിക്കും അപ്പോ ഏറ്റവും നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ഭഗവത്ഗീതയും ഭാഗവതവും ഇത്രയധികം ശ്ലോകങ്ങള് വളരെ തരത്തിൽ നല്ല രീതിയിൽ തന്നെ ഓരോ വാക്കിന്റെ ഒരൊറ്റ വാക്ക് പോലും വിടാതെ അത്രയും ശ്രദ്ധിച്ച് മുഴുവനായിട്ട് അതിന്റെ അർത്ഥം മുഴുവൻ ഇങ്ങനെ നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ പ്രഭുപാദർ സംസ്കൃതത്തിൽ എത്ര പാണ്ഡിത്യമുള്ള ആളായിരിക്കും. എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീല മഹാരാജിക്ക് അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവും പ്രഭുപാദർ. സംസ്കൃതത്തിലെ അപാര പാണ്ഡിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പാണ്ഡിത്യം തീർച്ചയായിട്ടും പ്രഭുപാദർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അല്ലാതെ യാതൊരു കാരണവശാലും ഇത്ര വരുന്ന ശ്ലോകങ്ങൾ ശരിക്കും സംസ്കൃത പാണ്ഡിത്യം കൊണ്ടാവില്ല. അത് ഭഗവാന്റെ മേഴ്സി തന്നെ. യജ്ഞങ്ങളെയൊക്കെ മനസ്സിലാക്കിയവരും യജ്ഞങ്ങളൊക്കെ തന്നെ അനുഷ്ഠിക്കുന്നവരും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ മാം പ്രാർത്ഥയന്തേ, എന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, മുഴുവനായിട്ടും എന്നെയാണ് സ്മരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണ് ഭൂതപാപ എന്നുള്ള വരി തൊട്ട് മുമ്പത്തെ അല്ല വരി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതിന്റെ ഒപ്പം ചേർത്ത് പറഞ്ഞേക്കണേ. ഭൂതപാപ എന്നുള്ളത് അങ്ങനെയാണ് വിവർത്തനം കൊടുത്തത്. വിവർത്തനം എഴുതിയ സമയത്ത് ഭൂതപാപ എന്നുള്ള ആ വാക്ക് തൊട്ട് മുമ്പത്തെ ലൈനിന് ഫസ്റ്റ് ലൈനിലാണ് വരുന്നതെങ്കിൽ കൂടി 3rd ലൈനിന്റെ ഒപ്പം ചേർത്തിട്ടായിരുന്നു പ്രഭാതം പറഞ്ഞേക്കണം. വിവർത്തനത്തിൽ പറഞ്ഞേക്കുന്നത് ഭൂതപാപാഹ, പാപരഹിതമായിട്ട് പാപങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിയതിനു ശേഷം തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്വന്തി ദിവ്യാൻ ദിവിദേവ പോകാൻ. തേ പുണ്യമാസാദയ, പുണ്യങ്ങളെയൊക്കെ നേടിയതിനു ശേഷം സുരേന്ദ്രലോകം, ഇന്ദ്രലോകമായിട്ടുള്ള ദിവി എന്ന വാക്കിന്റെ അർത്ഥം സ്വർഗം. സ്വർഗത്തിൽ ദിവ്യാൻ ദേവഭോഗാൻ, ദിവ്യങ്ങളായിട്ടുള്ള ദേവഭോഗങ്ങളെ അശ്വന്തി അനുഭവിക്കും. ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. അതായത് ഇത്രമാത്രം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, സ്വർഗീയ സുഖങ്ങളൊക്കെ കാക്ഷിച്ച് സ്വർഗത്തെ കുറിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ, എല്ലാ ആളുകളും വൈഷ്ണവരുടെ രീതിയിലല്ലാതെ വിട്ടുകൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈഷ്ണവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദങ്ങൾ അഭ്യസിക്കുകയല്ല ചെയ്യാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വരുന്ന സമയത്ത് തന്നെ ഋഗ്വേദ യജുർവേദം എടുത്തിട്ട് ഇത് മുഴുവൻ ഈ ഒരു മാസത്തിനുള്ളിൽ പഠിച്ചു വരണമെന്ന് പറയില്ലേ. ഏറ്റവും ആദ്യം തന്നെ ഒരു വൈഷ്ണവനെ കണ്ടു കഴിഞ്ഞാൽ, വൈഷ്ണവനെ മുക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജപമാല എടുത്തു കൊടുത്തിട്ട് ചാൻഡ് എന്ന് പറയും, ചാൻഡ് ചെയ്യാൻ പറയും. ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാ ജപമാല എടുത്തു കൊടുത്തതിന് ശേഷം ചാൻഡ് ചെയ്യാനായിരിക്കും പറയാം. അല്ലാതെ അപ്പൊ ജപമാല എടുത്തു കൊടുത്ത് ചാൻഡ് ചെയ്യാനാ പറയാം. അല്ലാതെ യജുർവേദം ഇങ്ങനെ പോലുള്ള വേദങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് 2 ദിവസത്തിനുള്ളിൽ അയ്യോ എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞ ആള് പോകും. അപ്പൊ അതുകൊണ്ട് ചാൻഡ്, അതിനുശേഷം പതുക്കെ ശരിയായി വന്നോളൂ ഓട്ടോമാറ്റിക് ആയിട്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ തലങ്ങളിലൂടെ സാധനം ഭഗവാനിലേക്ക് മുഴുവനായിട്ട് എത്തിച്ചേരാനായിട്ടുള്ള ഓരോ അവസരം ലഭിക്കും. അപ്പൊ അത് തന്നെ എവിടെയും പറഞ്ഞേക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള വൈഷ്ണവ ധർമ്മത്തിനനുസരിച്ചല്ലാതെ അല്ലാണ്ട് കുറെ തരത്തില് ഭഗവാനെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ വിഭാഗത്തിലുള്ള ആളുകളാണ് 3 വേദങ്ങൾ അഭ്യസിക്കുന്നവരും സോമപാനം ചെയ്യുന്നവരും അതുപോലെ തന്നെ യജ്ഞങ്ങളും അനുഷ്ഠിക്കുന്നവരും. ഈ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ, ഈ വിഭാഗത്തിലുള്ള മറ്റൊരു വിഭാഗം ആളുകളൊക്കെ തന്നെ മാം പ്രാർത്ഥയന്തേ, എന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അത്രയും ഉറപ്പിച്ച് പറയാനായിട്ട് വേറെ ആർക്കും പറ്റില്ല. ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. മാം പ്രാർത്ഥയന്തേ.
അതുപോലെ തന്നെ പറഞ്ഞേക്ക് ഇന്ദ്രലോകമായിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പാവരഹിതമായിട്ട് അവര് ഈ സ്വർഗത്തിലെ ഭോഗസുഖങ്ങളെ മുഴുവൻ അനുഭവിക്കുന്നതിന് വേണ്ടി അവര് അവിടേക്ക് അനുഭവിക്കുന്നു, എത്തിച്ചേരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത്. കുറച്ച് ടഫായിട്ടുള്ള ടേംസ് ഉണ്ടെങ്കിലും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വരുന്നെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ശ്ലോകം. മനസ്സിലാക്കി എടുക്കാനായിട്ട് ലോജിക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അർത്ഥം വളരെ വളരെ സിമ്പിളാണ്. ഭഗവാൻ തന്നെയാണ്, സർവവും ഭഗവാൻ തന്നെ, എല്ലാത്തിന്റെയും ഉറവിടവുമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. പിന്നെ ഏറ്റവും അധികമായിട്ട് ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വൈഷ്ണവരായിട്ടുള്ള നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലായ്പ്പോഴും ലളിതമായിരിക്കാൻ നോക്കുക. എപ്പോഴും നമ്മള് വളരെയധികം വിനയാനിതനായിരിക്കാൻ നോക്കുക. എപ്പോഴും അതെ.